നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ പീഡനക്കേസിലെ പരാതിക്കാരെ സാമൂഹിക മാധ്യമങ്ങളോട് അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കുമോ? ചോദ്യം ശക്തം. അതായത് രാഹുൽ ഈശ്വറിന് അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിൽ ഇന്ന് നിർണായകമായ തീരുമാനമെടുക്കുക. ഹർജി ഇന്ന് പരിഗണിക്കുകയാണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന വ്യവസ്ഥയോടെ കോടതി നേരത്തെ രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയിട്ടും പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ അത്തരത്തിലുള്ള അതായത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക മാത്രമല്ല ഈ പരാതിക്കാരിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുക, അതിനായി അനുവദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ഒരു പരാതി ആണ് രാഹുൽ ഈശ്വറിന് നേരെ ഉയരുന്നത്. എന്തായാലും ജാമ്യത്തിനിറങ്ങിയ ശേഷം വീണ്ടും പരാതിക്കാരിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. ഇതാണ് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായി മാറിയത്. കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ ഈശ്വർ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ കോടതി രാഹുൽ ഈശ്വറിന് നോട്ടീസ് അയച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ യുവതിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ രാഹുൽ ഈശ്വർ നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ആരോപണം. കോടതി രാഹുൽ ഈശ്വറിന്റെ വിശദീകരണം കേൾക്കും. അതിനുശേഷം ജാമ്യം റദ്ദാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിക്കും. ജാമ്യം റദ്ദാക്കപ്പെട്ടാൽ രാഹുൽ ഈശ്വറിന് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നതാണ് അവസ്ഥ. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസിൽ എന്താണ് തീരുമാനമെടുക്കുക എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കുന്നു, അത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതിനു പിന്നാലെയാണ് പരാതിക്കാരി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയതും പോലീസ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് ദിവസം ജയിൽവാസം, റിമാൻഡിലാകുന്നു, പുറത്തിറങ്ങുന്നു. രാഹുൽ ഈശ്വർ ഈ കേസിൽ പുറത്തിറങ്ങുന്നു. ശേഷം പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജീവിതം നശിപ്പിച്ചു എന്ന ആരോപണവുമായി രംഗത്ത് വരികയും താനാണ് അതിജീവിതൻ, ഈ സംഭവത്തിന് ശേഷം താൻ വലിയ രീതിയിൽ അപമാനിതനായിരിക്കുകയാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇതിനെ അനുകൂലിച്ച് രാഹുൽ ഈശ്വർ വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. ആ പോസ്റ്റും അതിജീവിതയ്ക്കെതിരെയുള്ളതായി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിജീവിത രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യ വ്യവസ്ഥകൾ രാഹുൽ ഈശ്വർ ലംഘിച്ചു എന്ന ആരോപണവുമായി കോടതിയെ സമീപിച്ചത്. എന്തായാലും കടുത്ത തിരിച്ചടി തന്നെ രാഹുൽ ഈശ്വറിനെ നേരിടുകയാണ്. എന്തായാലും ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ എന്തുത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും നിർണായകം. ജാമ്യം റദ്ദാക്കപ്പെടുമോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ജയിലിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയാണ്. ജയിലായി 16 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതിന്റെ പേരിലായിരുന്നു രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ പോസ്റ്റ് ഇട്ട 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ ആദ്യ അറസ്റ്റ് രാഹുൽ ഈശ്വറിന്റേതായിരുന്നു. വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ജാമ്യം കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ആദ്യം രാഹുലിനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ജാമ്യം കിട്ടാത്ത കുറ്റങ്ങളും കൂടി ചുമത്തി രാഹുലിനെ പോലീസ് റിമാൻഡ് ചെയ്തു. അന്യായമായാണ് തന്നെ കസ്റ്റഡിയിലെടുത്തതെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ആരോപിച്ച് പ്രതിഷേധ സൂചകമായി ഒരാഴ്ചയോളം രാഹുൽ ജയിലിൽ നിരാഹാരം കിടന്നിരുന്നു. എന്നാൽ സെഷൻസ് കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ നിരാഹാരം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. കോടതി കേസ് പരിഗണിക്കുകയാണ്. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇന്നും ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തും. കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. ഇന്നും നാളെയും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് വിവരം. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകും. അന്വേഷണവുമായി യാതൊരുവിധ സഹകരണവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഫ്ലാറ്റിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. ഈ കാലയളവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അത് വളരെ നിർണായകമായിരുന്നു. ഈ ഫോണ് കസ്റ്റഡിയിൽ സമർപ്പിക്കണം, ക്രൈംബ്രാഞ്ചിന് മുന്നിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈ യുവതി ആരോപിച്ച ഒരു പരാതി, നഗ്ന ഫോട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു, ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു പരാതി പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നഗ്ന ചിത്രങ്ങളുണ്ടോ, ഈ ഫോണിലുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഈ കാലയളവിൽ
ഒടുവിൽ രാഹുൽ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. പക്ഷെ അത് കൈമാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഫോണുകൾ വിറ്റുവെന്നും നഷ്ടമായെന്നുമുള്ള മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ചില ചോദ്യങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘം വലിയ രീതിയിൽ നെട്ടോട്ടം ഓടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരു സഹകരണവും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല, വ്യക്തമായ മറുപടികൾ നൽകുന്നില്ല. ചോദ്യാവലി തയ്യാറാക്കി വെച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ വ്യക്തമായ ഉത്തരം ഒരു ചോദ്യങ്ങൾക്ക് കിട്ടുന്നില്ല. ഹൈക്കോടതിയിൽ രാഹുലിന് കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യുന്ന വരെ വരാൻ തയ്യാറായത്. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാൻ. ചോദ്യം ചെയ്യലുണ്ടായി. അതായത് രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്വകാര്യ കാറിൽ, MLA കാർ ഉപേക്ഷിച്ച് സ്വകാര്യ കാറിലായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിനായി എത്തിയത്. ശേഷം വൈദ്യ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിധേയനാക്കി. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം ചോദിച്ചത് എന്നത് നിർണായകമാണ്. എങ്കിലും മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഒടുവിൽ 4 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചത്. ഇന്നും നാളെയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അത്തരത്തിലാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ചോദ്യം ചെയ്യൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു രീതിയിലും സഹകരിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു ആരോപണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തും പാലക്കാടും വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം. പീഡനം നടന്നുവെന്ന് പറയുന്ന കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് അവ വിറ്റുപോയി, ചിലത് നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള മറുപടിയാണ്. പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ വളരെയധികം നിർണായകമായി മാറുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പേരൂർക്കട അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നും അവിടെ തന്നെ ആയിരിക്കാം ചോദ്യം ചെയ്യൽ എന്നാണ് നിഗമനം. വൈകുന്നേരം 4 മണിവരെയാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. വളരെ രഹസ്യമായിട്ടാണ് എത്തിയത്. പിന്നാലെ ഈ ഒരു വിവരം പുറത്തു വന്നു തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയുണ്ടായി. യുവതിയെ പീഡിപ്പിച്ച് ഫ്ലാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യത ഇന്നോ നാളെയോ ഉണ്ടാകാനാണ് അതിന് സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നതടക്കമുള്ള നിർദ്ദേശം കോടതി നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് 10 മണിയോടെയാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്. പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG G പൂങ്കഴിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 1.5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. എന്തായാലും ചോദ്യം ചെയ്യൽ പിന്നീട് 4 മണി വരെ നീണ്ടു. രാഹുലിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ രാഹുലിന്റെ മെഡിക്കൽ പരിശോധന അടക്കമുള്ളവ നടത്തും.